അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മുടി സംരക്ഷണത്തെ കുറിച്ചാണ്. അപ്പൊ നമ്മുടെ മഴക്കാലത്ത് എങ്ങനെയാണ് മുടി സംരക്ഷിക്കുന്നത്, അതാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ മഴക്കാലത്ത് എൻ്റെ മുടിയുടെ സംരക്ഷണം എങ്ങനെയൊക്കെയാണെന്നാണ്. ഇപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു. പല പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് മുടി പൊഴിച്ചില് ഉണ്ടാകാറുണ്ട്. അതായത് കാലാവസ്ഥ കൊണ്ട് പൊഴിയും, ഹോർമോൺ ഇംബാലൻസ് മൂലം ഉണ്ടാകും, പിന്നെ ഓരോന്നൊക്കെ തലയിലെടുത്ത് തേച്ചിട്ട് നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകും. അങ്ങനെ പല തരത്തിൽ മുടി കൊഴിച്ചിൽ നമുക്ക് ഉണ്ടാകാറുണ്ട്. ആ മുടി കൊഴിച്ചിലിന് നമ്മുടെ തലയിൽ താരനുണ്ടെങ്കിൽ നമ്മുടെ മുടി കൊഴിച്ചിലിന് എന്തെല്ലാം ചെയ്താലും ശരി, ഒന്നും ശരിയാകത്തില്ല. തലയിലെ മുടി ഇങ്ങനെ പൊഴിഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ എൻ്റെ ഒരു അനുഭവം വെച്ച് ഞാൻ നിങ്ങളോട് പറയാണ്, വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ നമ്മുടെ മുടി നന്നായിട്ട് പൊഴിയും. തൈറോയിഡ് ഉണ്ടെങ്കിൽ മുടി പൊഴിയും. അപ്പം ഞാൻ പറയാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, എൻ്റെ മുടി ഇതുപോലെ കുറച്ച് ഒരു മാസത്തിന് മുന്നേ ഇതുപോലെ മുടി നമ്മളിങ്ങനെ തലയൊക്കെ തോർത്തി കഴിയുമ്പോൾ നമ്മൾ മുടിയിലോട്ട് പിടിക്കുന്നുണ്ടെങ്കിൽ മുടി ഇതുപോലെ ഇങ്ങനെ പൊഴിഞ്ഞ് ഇങ്ങനെ എന്താ വെച്ചാൽ നമ്മൾ വേരോടെ എന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ പൊഴിയുന്നു. അപ്പൊ നമുക്കിത് കാണുമ്പോൾ സങ്കടമല്ലേ? മുടി ഒരുപാടുണ്ടെങ്കിലും കുറച്ചേ ഉണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ മുടി പൊഴിയുന്ന കാണുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാണ്. അപ്പൊ എൻ്റെ അടുത്ത് ഇങ്ങനെ ആരോ പറഞ്ഞു, നമുക്ക് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞതല്ല, ഇപ്പം നമ്മുടെ വീടിനടുത്ത് താമസിക്കുന്ന ഒരു ബ്യൂട്ടീഷ്യൻ ഉണ്ട്. അപ്പൊ ആ കൊച്ചെൻ്റെ അടുത്ത് പറഞ്ഞു, മായ എന്നാണ് എൻ്റെ പേര്. അതെൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി വൈറ്റമിൻ ഡി കുറവാണെങ്കിൽ മുടി പൊഴിയും എന്നെൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് നോക്കിയിട്ടുള്ള കാര്യമേ ഉള്ളെന്ന് വെച്ചിട്ട് വൈറ്റമിൻ ഡി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും വൈറ്റമിൻ ഡി തീരെ കുറവാണ്. അപ്പൊ ഞാൻ അതുകൊണ്ട് ഒരു ഡോക്ടറെ അടുത്ത് പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ പറഞ്ഞിങ്ങനെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞിങ്ങനെ മുടി ഫുള്ള് ഇങ്ങനെ പോകുന്നുണ്ട്, വേരോടെ ഇങ്ങനെ പിഴുന്നുണ്ട്. അപ്പം സാറ് പറഞ്ഞു, അയ്യോ ഇത് വൈറ്റമിൻ ഡി തീരെ കുറവാണല്ലോ, അതുകൊണ്ടാണ് മുടി പൊഴിയുന്നതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ടാബ്ലറ്റ് തന്നു. അപ്പൊ ഞാൻ ആ ടാബ്ലറ്റ് ആഴ്ചയിൽ ഒന്നാണ് ആ ടാബ്ലറ്റ് കേട്ടോ. അങ്ങനെ 4 ആഴ്ചയേ ഉള്ളൂ. 4 ആഴ്ച കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞു. എല്ലാവർക്കും വൈറ്റമിൻ ഡി കുറവായതിന്റെ പേരിലല്ല മുടി പൊഴിയുന്നത്, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. അപ്പം ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ, കുറഞ്ഞു. അപ്പം നമ്മള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ ഡിയും തൈറോയിഡും ഒക്കെ ടെസ്റ്റ് ചെയ്യണം. തൈറോയിഡ് നോക്കിയപ്പോൾ തൈറോയിഡ് ഇല്ല, വൈറ്റമിൻ ഡി നോക്കിയപ്പോൾ വൈറ്റമിൻ ഡി കുറവാണ്. അപ്പം മനസ്സിലായി മുടി കൊഴിയുന്ന അതാന്ന് പറഞ്ഞിട്ട് പിന്നെ ഡോക്ടർ എനിക്ക് ടാബ്ലറ്റ് എഴുതി തന്നു. അത് കഴിച്ചപ്പോൾ നല്ല കുറവുണ്ട് കേട്ടോ. അപ്പം ഈ മുടി ഭയങ്കരമായിട്ട് കൊഴിയുന്നവര് ഒന്ന് പോയി നമ്മുടെ തൈറോയിഡും വൈറ്റമിൻ ഡി ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഒരു ഫിസിഷ്യനെ കാണുക. കണ്ടു കഴിയുമ്പോഴത്തേക്കും ഡോക്ടർ പറയുന്ന അനുസരിച്ച് ടാബ്ലറ്റ് കഴിക്കുക. മുടി കൊഴിച്ചിൽ തീർച്ചയായിട്ടും നിൽക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചൂടുകാലത്താണ് ഏറ്റവും കൂടുതൽ മുടി പൊഴിയുന്നത്. ചിലവർക്ക് ഇത് രണ്ടും ആയിരിക്കത്തില്ല മുടി പൊഴിയുന്നത്. അവരെന്തെങ്കിലും മുടി വളരാനുള്ള എണ്ണയോ അങ്ങനെ എന്തെങ്കിലും തേക്കുന്നത് മൂലവും, പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഹോർമോണിന്റെ ഇംബാലൻസ് മൂലവുമൊക്കെ മുടി പൊഴിയാറുണ്ട്. താരൻ തലയിലുണ്ടെങ്കിൽ മുടി ഒരിക്കലും വളരില്ല. നമ്മൾ എന്തൊക്കെ ചെയ്താലും മുടി പൊഴിഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നെ മുടിയുടെ സംരക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, മുടി എപ്പോഴും വൈകിട്ട് കിടക്കുന്നതിന് മുന്നേ മുടിയിലെ ചെട അല്ലെങ്കിൽ ഉടക്കെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് മുമ്പോട്ടും പുറകോട്ടും ഇട്ട് ചെയ്കിയിട്ട് വേണം നമ്മൾ കിടന്നുറങ്ങാൻ. എന്നിട്ട് ചീകി കഴിഞ്ഞിട്ട് അതിനെ കെട്ടി വെക്കുകയും ചെയ്യണം കേട്ടോ. നമ്മളിങ്ങനെ ചിലവര് പിന്നിട്ടോട് കിടക്കും, ചിലവര് കെട്ടി വെച്ച് കിടക്കും. ഞാൻ സാധാരണ ഇവിടെ കൊണ്ടൊരു കെട്ടങ്ങ് വെക്കും. ഇവിടെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കിടക്കുമ്പോഴത്തേക്ക് നമുക്കത് ഭയങ്കര അസ്വസ്ഥതയാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ കെട്ടി. മിക്കവരുടെ വീട്ടിൽ ഒരു സന്ധ്യ കഴിഞ്ഞു 8 മണിയൊക്കെ ആകുമ്പോൾ കയറി ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും മുടി കെട്ടി ഇവിടെ വെച്ചിരിക്കുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സ്ത്രീകൾ, ശരിയല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ അങ്ങനെ മുടി പിടിച്ച് ഇവിടെയോട്ട് കെട്ടി വെക്കുമ്പോഴത്തേക്കും നമുക്കൊരു സമാധാനം പോലെ. ശരിക്കും പറഞ്ഞാൽ മുടി അഴിഞ്ഞു കിടക്കുമ്പോൾ ഒരു വല്ലാത്തൊരു ഇറിറ്റേഷനല്ലേ. എനിക്കാണ് ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഉടനെ കെട്ടി വെച്ചെങ്കിൽ നമുക്ക് സമാധാനം ആകത്തില്ല അല്ലേ.
അപ്പം പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി പെട്ടെന്ന് വളരാനും ഉള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. നമ്മുടെ ആര്യവേപ്പിന്റെ ഇല എല്ലാവർക്കും അറിയാവുന്നതാണ്. ആര്യവേപ്പിന്റെ ഇല മുടി വളരാനൊക്കെ ഒരുപാട് നല്ലതാണ്. അതുപോലെ നമ്മുടെ തലയിലെ താരനൊക്കെ പോകാനും ഒരുപാട് നല്ലതാണ്. ആര്യവേപ്പിന്റെ ഇല കുറച്ച് വെള്ളം എടുക്കുക, അതിനകത്ത് ആര്യവേപ്പിന്റെ ഇല നല്ലവണ്ണം കഴുകിയിട്ട് ഇടുക. ഇട്ട് കഴിയുമ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്കും ഈ ആര്യവേപ്പിന്റെ ഇലയുടെ ഗുണമെല്ലാം ഇതിലേക്ക് ഇറങ്ങണം. ഇറങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യുക. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അത് തണുക്കട്ടെ. തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഈ ആര്യവേപ്പിന്റെ ഇലയില് ഒന്ന് നന്നായിട്ട് നമ്മുടെ കൈ കൊണ്ടൊന്ന് ഞെരടി കൊടുക്കുക. എന്തിനാണെന്നറിയാലോ? അതിനകത്തുള്ള ഇതെല്ലാം ആ ഇലയിലുള്ള എല്ലാം ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് ആ വെള്ളം ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തില്ലേലും കുഴപ്പമില്ല, പക്ഷെ ആ ഇല മുഴുവൻ നമ്മുടെ തലയിലാകും. അതുകൊണ്ടാണ് അത് അരിച്ചെടുക്കാനായിട്ട് പറയുന്നത്. അരിച്ചെടുത്തതിന് ശേഷം ആ വെള്ളം കൊണ്ട് നമ്മുടെ തലയിൽ ഇങ്ങനെ ഒഴിക്കുക. ഒഴിക്കാൻ പാടുള്ളവരാണെങ്കിൽ കുറേശ്ശെ എടുത്തിട്ട് നമ്മുടെ ഈ തലയുടെ ഇതില് അങ്ങോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു ശകലം നേരം നിന്നാൽ മതി കേട്ടോ. ഒരുപാട് നേരം ഒന്നും നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. ഒരു 10 മിനിറ്റൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ തലയിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിനുശേഷം നിങ്ങൾ പോയിട്ട് നോർമൽ വാട്ടറിൽ അത് കഴുകി കളയുക. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമോ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യും. ആഴ്ചയിൽ 2 പ്രാവശ്യമോ 3 പ്രാവശ്യമോ ചെയ്യുക. ചെയ്താൽ ഒരു കുഴപ്പവുമില്ല. നല്ല സൂപ്പറായിട്ട് നിങ്ങളുടെ മുടി വളരുകയും ചെയ്യും, മുടി കൊഴിച്ചിൽ നിൽക്കുകയും ചെയ്യും. അപ്പം ഞാൻ എൻ്റെ അനുഭവത്തിൽ വെച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പം മുടി ഭയങ്കരമായിട്ട് പൊഴിയുന്നവര് ദയവ് ചെയ്ത് വൈറ്റമിൻ ഡിയും ഈ നമ്മുടെ തൈറോയിഡും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക. എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലമാണ് മുടി അങ്ങോട്ട് പിടിക്കുന്നുണ്ട്. മുടിയിൽ ഇങ്ങനെ പിടിക്കുന്ന ഉടനെ പൊഴിയുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും എനിക്കിപ്പം കൊഴിച്ചിൽ നിന്ന് കുറച്ച് വളരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ നമ്മുടെ മുടി ഒരിക്കലും ഡ്രൈ ആകാനായിട്ട് ആരും സമ്മതിക്കരുത്. ഡ്രൈ ആയി കഴിഞ്ഞാൽ മുടി ഇങ്ങനെ പൊട്ടി പോകും. അതിനാരും അനുവദിക്കരുത്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെ ഇല്ല. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.